ബിജു, ഇതിൽ സാങ്കേതികമായി ഇങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും നിങ്ങൾ എന്ത് സന്ദേശം പൊതുസമൂഹത്തിന് നൽകുന്നു എന്നത് പ്രധാനമാണ്. ആ കാര്യത്തിൽ നിങ്ങൾ രണ്ട് തലങ്ങളിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയിരിക്കുന്നു. ഒന്ന്, രാഷ്ട്രീയ ഭരണ സമൂഹം ഇതിനോട് അങ്ങനെ പ്രതികരിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ആ വീട്ടിൽ പോയില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും വിട്ടില്ല? ഇപ്പോൾ കഴിഞ്ഞ ദിവസം രജീന്ദർ സച്ചാറിൻ്റെ അന്ത്യം വന്നപ്പോൾ ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടു. രജീന്ദർ സച്ചാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചയാളാണ്, അങ്ങനെ ആദരണീയനായ ആളാണ്. അദ്ദേഹത്തെ അന്ത്യത്തിൽ അനുശോചിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ഒരു ഉത്തരവാദിത്വ നിർവഹണമല്ല, അതൊരു ഔപചാരിക പ്രവൃത്തി മാത്രമാണ്. പിണറായി വിജയൻ സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കണം. അതെന്താണ്? ഈ കാര്യത്തിൽ പൊതുസമൂഹത്തിനുള്ള സംശയങ്ങളെ ദൂരീകരിക്കുന്ന പ്രതികരണങ്ങളിലൂടെയാകണം അത്. അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പോൾ സ്വന്തം ഉത്തരവാദിത്തം മറന്ന് ഉത്തരവാദിത്തം നിർവഹിച്ച ഒരാളെ പറ്റി അതോർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി നൽകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്രതികരിക്കുന്നുണ്ട്, പക്ഷെ നീതിയുടെ പക്ഷത്തു നിന്ന് പ്രതികരിക്കുന്നില്ല എന്ന വിമർശനത്തിനാണ് സ്വാഭാവികമായും നിങ്ങൾ തന്നെ വഴിവെക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ മാത്രമാണ്, യാഥാർത്ഥ്യവുമായി ഒരു ഇഞ്ച് പോലും ബന്ധമില്ല. എവിടെയെങ്കിലും പ്രതികരിച്ചു? അല്ല, പിണറായി എങ്ങനെ പ്രതികരിച്ചു, അല്ലെങ്കിൽ പിണറായി എന്ത് പറഞ്ഞു എന്നുള്ളതല്ല പ്രധാനമാണ്. അല്ലല്ല, അതല്ല പ്രശ്നം. ഞാനൊരു സംശയം ചോദിക്കട്ടെ. നിങ്ങൾ ഈ ഷുഹൈബ് വധവുമായി 15 മിനിറ്റ് ഒരു നിമിഷം ബിജു, നിങ്ങൾ ഈ പറയുന്ന ഷുഹൈബ് വധവുമായി ബന്ധപ്പെട്ട അവിടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചു. ആ സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി എത്തിയില്ല. മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷൻ എന്ന നിലയിൽ അവിടെ എ കെ ബാലനെ ഇരുത്തി. എ കെ ബാലൻ എന്താണ് പറഞ്ഞത്? ഇല്ലാത്ത പ്രതിപക്ഷത്തിന് പോലും വാഗ്ദാനം നൽകുകയുണ്ടായി എ കെ ബാലൻ. CBI അന്വേഷണം വന്ന് നടന്നോ? ഇല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ശ്രീജിത്ത് പറയുകയാണ് ഞങ്ങൾ നീതി നടക്കുമെന്ന് എങ്ങനെ കരുതാൻ കഴിയും? ഒരു മന്ത്രി പറയുന്നു, മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുകയാണെന്ന്, എന്നിട്ട് ആ കാര്യം നടന്നില്ല. കാരണം അതിന് തൊട്ടു പിന്നാലെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുന്നത് CBI അന്വേഷണം ഇല്ല എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷൻ എന്ന് പറഞ്ഞ് വന്ന് ഒരാൾ വാഗ്ദാനം നൽകുന്ന കാര്യം മുഖ്യമന്ത്രി നിഷേധിക്കുമ്പോൾ ഒരു ശ്രീജിത്ത് നീതി കൊണ്ടുവരുമെന്ന് ആര് കരുതും? ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, തെറ്റായ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. പോലീസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ എവിടെ കിടക്കുന്നത്? പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് കിടക്കുന്നത്. രമേശ് ചെന്നിത്തല ഞാൻ പറഞ്ഞല്ലോ 7 കേസിൽ കൊടുത്ത മറുപടി ഉണ്ട്, 2 കേസിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി, അത് നമ്മുടെ ലൈനാണ്. ഇത്തരം സംഭവങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ആവശ്യമല്ലേ ഇത്? ഇതുപോലെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അതിനുള്ള സമീപനം. ബിജു, ഇത്രയും ഗൗരവതരമായ ഒരു ലൈൻ നിങ്ങൾ എടുത്തിരിക്കുന്നുവെങ്കിൽ ഈ പരമേശ്വരൻ എന്തിനു മൊഴിതിരുത്തണം? എന്തിനാണ് ഡെന്നി വരേണ്ടത്? ഇഷ്യൂസിനെ നിങ്ങൾ എല്ലാ ഇഷ്യൂസിനെയും ഒന്നായിട്ട് എടുക്കണം. ഇവിടെ എന്താ പ്രശ്നം എന്താണ്? പി രാജീവ് ചർച്ചയിലില്ല, ഞാൻ വിളിച്ച് അന്വേഷിച്ചിട്ടില്ല. ഇവിടെ 2-3 കേസുകൾ ഒന്നിച്ച് എടുക്കരുത് നിങ്ങൾ. ഇവിടെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? അവിടെ ഒരു മർഡർ, ഒരു ക്രൈം നടന്നു, അതാണ് പ്രശ്നം. അല്ലാതെ ഇപ്പോൾ ഒരു വീട് ആക്രമിച്ചു, പ്രതികൾ അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ തെറ്റ്? അത് ഇനിയും പറയും. അതിലൊന്നും ഒരു തെറ്റുമില്ല. പ്രശ്നം ബിജു, അവിടെ ഒരു മർഡർ നടന്നു എന്ന് പറഞ്ഞ് അതിനെ ഒരു ഒറ്റപ്പെട്ട നിങ്ങളുടെ ഈ താല്പര്യമുണ്ടല്ലോ, അതാണ് ഒരു തെറ്റായ പ്രവണതയുടെ ആവർത്തനം ഉണ്ടാകും എന്ന് പൊതുസമൂഹത്തെ ഭയാശങ്കരാക്കുന്നത്. ഇനി കസ്റ്റഡി മരണം, ലോക്കപ്പ് മരണം, 3ാം മുറ പ്രയോഗം ഇവിടെ ഉണ്ടാകില്ല എന്ന് പറയാൻ ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ഉയർന്നിരുന്നെങ്കിൽ ഈ ചർച്ച നാം ഇവിടെ റദ്ദാക്കും. അതേ കേസ് അകത്ത് കിടക്കുമായിരുന്നു. ഇപ്പൊ ഏത് കേസിലാണ് കിടക്കുന്നത്? ഏതാ സെക്ഷൻ? മർഡർ കേസിൽ ഒരു SIയും കൺസേൺ ഉദ്യോഗസ്ഥന്മാരും ജയിലിൽ കിടക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. ഗവൺമെൻറ് എന്തിനാ അവരെ ഷീൽഡ് ചെയ്യുന്നത്? എങ്കിൽ പിന്നെ ഗവൺമെന്റ് കേസെടുക്കായിരുന്ന പോരെ, അല്ലെങ്കിൽ 3 അന്വേഷണം എടുത്താൽ പോലെ. ബിജു, നിങ്ങൾ ഈ പറയുന്ന നിവൃത്തി കെട്ടുകൊണ്ട് 302 ഈ പറയുന്ന ദീപകിനെ പിടിച്ചകത്തിടുമ്പോൾ നിങ്ങൾ മറുവശത്ത് ജോർജിന് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ യാത്രയപ്പ് നടത്തുക. എന്ത് നിവൃത്തിയുടെ? കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമല്ലോ ഇത്. ഏത് ഇഷ്യൂ ഉണ്ടായിരുന്നാലും ചില മാധ്യമങ്ങൾ, ചില ഒറ്റപ്പെട്ട ആൾക്കാർ സെൻസേഷണലൈസ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിയെയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെയും ചെളിവാരി അറിയാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടല്ലേ രമേശ് ചെന്നിത്തല പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ജോർജിന് യാത്രയപ്പ്, മറൈൻ ഡ്രൈവിലെ ഈ പറയുന്ന കൊതുകടിയേറ്റ് കിടക്കുന്ന ഒരു സ്ഥലത്ത് പ്രതിപക്ഷ നേതാവ് രണ്ടും നിങ്ങളാണ് നൽകുന്നത്. അതിലേത് സന്ദർഭത്തെയാണ് ഈ സമൂഹം എങ്ങോട്ട് പോകുന്നു എന്നതിന്റെ സൂചനയായി എടുക്കേണ്ടത് എന്നത് ഈ കേരള ജനത തീരുമാനിക്കട്ടെ. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. അശ്വതി, നിങ്ങൾ ഏറ്റെടുത്ത ഈ വിഷയത്തിൽ, ഈ ജ്വാല എന്ന സംഘടന ഏറ്റെടുത്ത ഈ വിഷയത്തിൽ എത്രമാത്രം ഗൗരവത്തോടെയുള്ള പ്രതികരണം ഈ ഭരണ സംവിധാനത്തിൽ നിന്ന്, ഈ പോലീസ് ഉന്നത സംവിധാനത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി? നിങ്ങൾ എന്തുകൊണ്ടാണ് തുടർച്ചയായി ഇവരെ അവിശ്വസിക്കുന്നത്? ഇത് ഞങ്ങളുടെ പൊതുപ്രവർത്തനത്തിൽ ഒരുപാട് തവണ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അനാസ്ഥയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് സഹകരണ മനോഭാവം ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഒരു വിദേശ വനിതയെ കാണാതായ വിഷയം വന്നപ്പോൾ 2 വിദേശീയ പൗരന്മാർ ഇവിടെ നമ്മളോടൊപ്പം ഈ പോലീസിനെയും നമ്മുടെ മുഖ്യമന്ത്രിയും ഒക്കെ കാണാൻ വരുമ്പോഴൊക്കെ
വളരെ നിരുത്തരവാദിത്വപരമായിട്ടാണ് അവർ പെരുമാറിയത്. പോലീസ് ഉൾപ്പെടെ 14-ാം തീയതി കാണാതായ ഒരു സ്ത്രീയുടെ FIR എടുത്ത് പോത്തൻകോട് സ്റ്റേഷനിൽ FIR എടുത്തിട്ട് 20-ാം തീയതി ഞങ്ങൾ ഈ പറയുന്ന കാണാതായ സ്ഥലത്ത് എത്തുമ്പോൾ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ SIക്കോ കോവളം SIക്കോ തിരുവല്ലം ഭാഗത്തെ SIക്കോ ആർക്കും ഇങ്ങനെ ഒരു വിദേശി മിസ്സായതിനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. അന്ന് മുതലാണ് ഞങ്ങൾക്ക് ആകെ ഒരു വെപ്രാളായത്. കാരണം ഈ അന്വേഷണം നിങ്ങൾ ഈ കോവളത്ത് എന്ന് വെച്ചാൽ നിങ്ങളല്ല, ലിഗയുടെ സഹോദരി ആദ്യം കോവളത്ത് എത്തുന്നുണ്ട്, അവിടുത്തെ പോലീസിനോട് ഈ കാര്യം അറിയിക്കുന്നുണ്ട്. പോലീസ് പറഞ്ഞു പോത്തൻകോട് പോയിട്ടാണ് ഈ പരാതി കൊടുക്കേണ്ടതെന്ന്. അവരവിടെ തിരയുകയാണ്, പ്രധാനമായും അവർക്ക് ആ തിരയുകയാണ് എന്നത് പരമപ്രധാനമായതുകൊണ്ട്. പക്ഷെ പിന്നീട് പോയിട്ട് പോത്തൻകോട് തന്നെയല്ലേ ഈ പരാതി നൽകുന്നത്? പോത്തൻകോട് പരാതി നൽകിയപ്പോൾ പോത്തൻകോട് SI ചെയ്തത് പോത്തൻകോട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് ഒരു ചെറിയൊരു അന്വേഷണം നടത്തി അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പല നാട്ടുകാരും ഇവരെ പല ഭാഗങ്ങളിൽ അടിമലത്തുറ കോവളം ഭാഗത്തൊക്കെ കണ്ടതായിട്ട് വിഴിഞ്ഞം പോലീസിനെ വിളിച്ചു പറഞ്ഞിരുന്നു, കോവളം പോലീസിനെയും. പക്ഷേ അവരൊക്കെ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമായിട്ട് അവരെടുത്തില്ല. കണ്ടു, ആരോ ഇൻഫർമേഷൻ പാസ് ചെയ്തു. ഞങ്ങൾ ഏതാണ്ട് 20-ാം തീയതി രാത്രി വിഴിഞ്ഞം സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ വിഴിഞ്ഞം SI പറഞ്ഞത് ആരോ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തല്ലോ, അത് ഈ സ്ത്രീയെക്കുറിച്ചാണോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു അത്. അതുപോലും അവർ മുഖവിലേക്ക് എടുത്തില്ല. രാത്രി 12-1 മണിക്ക് അടിമലത്തുറ ആഴിമല ഭാഗത്തൊക്കെ ഞങ്ങൾ സിവിലിയൻസ് ഞങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ഓരോ ഈ ഒറ്റപ്പെട്ട ബിൽഡിങ്ങുകൾ പാറയുടെ ഇടകളിലൂടെയൊക്കെ ഞങ്ങൾ രാത്രി 1 മണിക്കും 1:30ക്കും ഒക്കെ ഞങ്ങൾ സെർച്ച് ചെയ്തു. കാരണം അപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉദ്യോഗസ്ഥൻ നമ്മളോടൊപ്പം വരുവാനോ ഒന്നിനും തയ്യാറായില്ല. വിഴിഞ്ഞം SI നിങ്ങളോട് പറഞ്ഞോ അവിടെ പോയി CCTV ദൃശ്യങ്ങൾ നിങ്ങൾ തന്നെ എടുക്കാൻ പറഞ്ഞു? സോമതീരത്ത് പോയിട്ട് CCTV ദൃശ്യങ്ങൾ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അത് ചോദിക്കുമ്പോൾ അവർ ID കാർഡ് ചോദിക്കുന്നു. ഞങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് എടുത്ത് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് പോലീസ് ID കാർഡാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോലീസാണ് ഞങ്ങളെ വിട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് തന്നില്ല. അപ്പോൾ ഇതുപോലെ ഓരോ അവർ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഞങ്ങളെ ഏൽപ്പിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ഈ സോമതീരം ഹോട്ടലിൽ പോയത്? സോമതീരത്ത് ആ ഭാഗത്തു കൂടിയാണ് ഒരു തവണ അവരെ കണ്ടതായിട്ട് ഇൻഫർമേഷൻ വിഴിഞ്ഞം പോലീസിന് നേരത്തെ തന്നെ കിട്ടിയത്. ഞങ്ങൾ പോയതിന് ശേഷമാണ് അവർ ഈ ഞങ്ങൾ പറയുന്നു ഇങ്ങനെ ഒരു സ്ഥലത്ത് കണ്ടതായിട്ട് പറയുന്നു, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം എന്ന് പറയുമ്പോഴാണ് അവർ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ പറഞ്ഞു വിടുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണവും നടത്തിയില്ല. ശരി, ഞാൻ താങ്കളിലേക്കും തിരികെ വരാം. അഡ്വക്കേറ്റ് രാജകുമാർ, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിലേക്ക് കാവി മുണ്ടും കളർ ഷർട്ടും ഇട്ട് മഫ്തി പോലീസ് വരുന്നു. അവൻ യഥാർത്ഥ പ്രതിയാണോ അല്ലയോ എന്നതിലൊന്നും ഒരു സ്ഥിരീകരണവും വേണ്ട, ഒരു ഔദ്യോഗികമായ ഉറപ്പുവാങ്ങലും വേണ്ട. ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചുകൊണ്ടു പോകുന്നു, ക്രൂരമായി മർദ്ദിക്കുന്നു, കൊലപ്പെടുത്തുന്നു. മറുവശത്ത് ഇവിടെ നീതി തേടി പോലീസിൻ്റെ മുന്നിലെത്തുമ്പോൾ യാതൊരു താല്പര്യവും ആ കാര്യത്തിൽ എടുക്കാതെ നിങ്ങൾ തന്നെ അന്വേഷിക്കുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരുമെന്ന് ആ പോയ വിഷാദരോഗിയുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ അതിനെ അവതരിപ്പിക്കുന്നു. പിന്നെ ഒരു പടി കൂടെ കടന്നു വല്ല ബോയ് ഫ്രണ്ടിനെയും കൂടെ കറങ്ങി നടക്കുകയായിരിക്കും എന്നാക്ഷേപിക്കുന്നു. ഈ സമീപനം ഒന്ന് വരാപ്പുഴയിൽ കണ്ടു, ഒന്ന് പോത്തൻകോട് കണ്ടു എന്നതുകൊണ്ട് ബിജു പറയുന്ന പോലെ ഇതെല്ലാം ഒറ്റപ്പെട്ടതായി കണ്ടാൽ മതിയോ? 2 ജീവനാണ് പോയത്. ഇത് രണ്ടും നമ്മുടെ പോലീസിൻ്റെ തുടർന്ന് ഈ കുറേ കാലമായി നടന്നു വരുന്ന ഒരു ശൈലിയെയാണ് കൊണ്ടുവരുന്നത്. ഞാൻ രാഷ്ട്രീയമായിട്ട് ഇന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് സംഭവിക്കുന്നത്, വേറെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഏത് സർക്കാർ ഭരിച്ചാലും ഈ പോലീസ് ഏകദേശം പോകുന്നത് ഈ ലൈനുകളിൽ തന്നെയായിരിക്കും. അതിന് പ്രധാന കാരണം നിങ്ങൾ വരാപ്പുഴത്തെ ഇഷ്യൂ നോക്കൂ. വരാപ്പുഴ ഏത് നിയമം പാലിച്ചാണ് ഈ അറസ്റ്റ് നടന്നത്? ഏത് നിയമം പാലിച്ചാണ് അവരെ കസ്റ്റഡിയിലെടുത്തത്? ഏത് നിയമം അനുസരിച്ചാണ് അവരെ മർദ്ദിച്ചത്? മർദ്ദിച്ചു കഴിഞ്ഞു എടുത്തു എന്ന് 2 രാഷ്ട്രീയ വിഭാഗക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കാലത്ത് ഇത്ര നടന്നു, നിൻ്റെ കാലത്ത് ഇത്ര നടന്നു എന്നുള്ള വിളികളൊന്നും ഈ വ്യവസ്ഥയെ മാറ്റില്ല. വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കൾ എല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ സിസ്റ്റത്തിൽ ഒരു മാറ്റം വരണം. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മനുഷ്യനെ എത്രയോ കുട്ടികളുടെ കേസുകൾ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവരെ കാണാതായി കഴിഞ്ഞാൽ അവർക്ക് തന്നെ നമ്മളിലേക്ക് എത്താനുള്ള ഒരു വശമില്ലാത്ത, ഒരു മാർഗം അവലംബിക്കാൻ കഴിയാത്ത കുട്ടികളാണ്. എവിടെന്നെങ്കിലും ഫോൺ ചെയ്യാൻ ഞാൻ ഇവിടെയാണ്, ഇതൊന്നും നടക്കില്ല. അങ്ങനെ ഉള്ളതിനുമൊക്കെ ഒരു മാൻ മിസ്സിങ് FIR എടുത്തിട്ട് ചിലപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഒരു വയർലെസ് മെസ്സേജ് പോയെന്നിരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഫയല് അവിടെ പൊടി പിടിച്ചിരിക്കുകയല്ലാതെ ഈ ബന്ധുക്കൾ ഇറങ്ങി ആളും അർത്ഥവും കൊണ്ട് അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയല്ലാതെ കേരള പോലീസ് വളരെ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമേ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുള്ളൂ. പക്ഷേ അഡ്വക്കേറ്റ് രാജകുമാർ, ഇവിടുത്തെ പ്രശ്നം ഇതൊരു വിദേശിയാണ്. ഇവിടെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ളവരാണ് ഇവരെല്ലാം.
ഇവിടെ വിദേശികൾക്ക് മദ്യമില്ല എങ്കിൽ നമ്മുടെ വിനോദസഞ്ചാര മേഖല ആകെ തകരുമെന്ന് മുറവിളി കൂട്ടുന്ന ഒരു സർക്കാരാണ്. മദ്യം കൊടുക്കും, അതല്ലാതെ ജീവന് സുരക്ഷയില്ല. ഇതാണോ വിനോദസഞ്ചാര നയം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നമ്മളുടെ മുഖം വിദേശ രാജ്യങ്ങളുടെ മുമ്പിൽ ഒരുപാട് വികൃതമായി. കാരണം വിദേശ പൗരന് ഇവിടെ സുരക്ഷിതത്വം ഇല്ല എന്ന് അറിഞ്ഞാൽ നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രിയെ തന്നെ കാര്യമായി ബാധിക്കും. ഇന്ന് വിദേശ രാജ്യങ്ങളിലെ പത്രങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ ചൂടുള്ള വാർത്തകളുണ്ട്. എങ്ങനെ ഇന്ത്യയെ ഡീഫെയിം ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുടെ കയ്യിൽ ഒരായുധം നമ്മൾ എറിഞ്ഞു കൊടുക്കുകയാണ് ഇത്തരത്തിൽ. ശരിക്കും വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ, ഇതിന് വളരെ അടുത്ത് വരെ, ഈ മൃതദേഹം കണ്ടതിന് വളരെ അടുത്ത് വരെ എത്താനുള്ള സൂചനകൾ ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ കിട്ടി. ഗോകർണം വരെ ഇവർ പോയി. അല്ല, ഇതിനകത്ത് എവിടെ വെച്ചാ സ്ത്രീ അവസാനിച്ചു എന്നുള്ളതാണ്. തൊട്ടടുത്ത ഒരു കാടുമൂടിയ സ്ഥലത്തേക്ക് പോയില്ല. അത് ആ ഇൻഫർമേഷൻസിലൊന്നും അവർക്ക് ആ രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ള സയന്റിഫിക് നോളജ് ഇല്ല. അതാണ് പ്രശ്നം. രാജകുമാർ, താങ്കൾ ആ ഭാഗം അറിയുന്ന ഒരു വ്യക്തി കൂടെയാണല്ലോ. അവിടെ ഇങ്ങനെ ഒഴിവാക്കപ്പെട്ട് കിടക്കുന്നു, അവിടെ അങ്ങും ആരും പോകാതിരിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലം നമുക്ക് പറയാം, നാട്ടുകാർക്ക് ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയുണ്ട്, അതിന്റെ അധികാരപരിധിയിൽ വരുന്ന ഒരു സ്ഥലമാണ് അവിടം. പോലീസുകാർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. നാട്ടുകാർ പറയുന്ന പോലെ അവിടെ ആര് പോയി എന്ന് കണ്ടില്ല, അവിടെ ആരും പോകാത്തൊരു സ്ഥലമാണ്, അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയില്ല. ഇവിടെ അത് ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഒരു താവളമാണ് അത് എന്ന് പോലീസിന് അറിയില്ല എന്നങ്ങ് കരുതുന്നുണ്ടോ? അവിടെ ഈ പറയുന്ന വ്യാജ മണലൂറ്റ് സംഘങ്ങൾ, ഈ പറയുന്ന വ്യാജമദ്യ ലോബി, ഇവരെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം ഈ പോലീസുകാർക്ക് അറിയില്ല എന്നുണ്ടോ? അവിടെ ഇതിനു മുമ്പും ദുരൂഹമായി പലരും അപ്രത്യക്ഷമായിട്ടുണ്ട് എന്ന വിവരം ഇവർക്കറിയില്ല എന്നുണ്ടോ? മാനസികമായി വിഷാദ രോഗം ബാധിച്ച ഒരു സ്ത്രീ സാധാരണ രീതിയിലല്ലാതെ അവരെ പല രീതിയിലും ഉപയോഗിക്കാം, നിയന്ത്രിക്കാം എന്നുള്ള അവസ്ഥയുള്ള ഒരു സ്ത്രീ, ഇത്തരം പ്രദേശങ്ങളിൽ എത്തിപ്പെടാനുള്ള സാധ്യത മുൻകൂട്ടി കാണാത്ത ഉദ്യോഗസ്ഥരുടെ പരാജയം തന്നെയാണ്. ആ രീതിയിൽ അവരെ ഏതെല്ലാം പരാജയപ്പെടുകയല്ല, നോക്കിയില്ല എന്നുള്ളത് കൃത്യവിലോപമാണെന്നുള്ള കാര്യത്തിൽ ഇനി നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അനാസ്ഥയാണ്. എന്നിട്ട് അവരെല്ലാം അവിടെ തന്നെ തുടരുകയുമാണ്. ആ പോലീസ് സ്റ്റേഷൻ അതിർത്തി ഈ ലിഗ എന്ന ആളിന് ദുരൂഹ സാഹചര്യത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അതേ സ്ഥലം, ഇപ്പോഴും ആർക്കും പ്രവേശനമില്ലാത്ത കാട് മൂടിയത് എന്ന് പറഞ്ഞു വെക്കുക, ഒരു കടങ്കഥ പോലെ ഇട്ട് വിടുകയാണ് അവിടം. അങ്ങനെ കടങ്കഥ പോലെ അത് വിടുന്നത് കൊണ്ടാണ് ഒരു ആത്മഹത്യ, സ്വയം അവിടെ ചെന്ന് വരിച്ച മരണം എന്ന നിലയിൽ ഈ പോലീസ് അന്വേഷണം എത്തിക്കുന്നത്. ഒരു ബലാത്കാരമെങ്കിലും ആ സ്ത്രീയിൽ നടന്നിട്ടുണ്ടോ? അതിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കല്ലേ ഇല്ല എന്ന്. അല്ല, അതിന് ഇനി എന്ത് തെളിവാണ് ഈ ബോഡിയിൽ നിന്ന് നമുക്ക് കിട്ടുക? അഴുകി പിണ്ടം അഴുകി കിടക്കുന്ന അവസ്ഥയിലാണ് ഈ സഹോദരി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനുണ്ട്. ഈ പറയുന്ന അറിയാം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിലൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് വളരെ പരിമിതമായ കണ്ടെത്തലുകളെ ഇനി കണ്ടെത്താൻ കഴിയും. കാര്യം പല തെളിവുകളും കാലപ്പഴക്കം കൊണ്ട് അപ്രത്യക്ഷമായി. ഇനി എല്ലുകൾ പൊട്ടിയിട്ടുണ്ടോ, വേറെ ക്ഷതങ്ങളുണ്ടോ, അകത്ത് ഏതെങ്കിലും വിഷാംശങ്ങളുണ്ടോ എന്നുള്ളതും, പിന്നെ അവശേഷിക്കുന്ന മാംസഭാഗങ്ങളിൽ പരിക്കുകളുടെ അവശിഷ്ടങ്ങളുണ്ടോ, ഇതൊക്കെ ഫോറൻസിക് വിദഗ്ധന് കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അതേസമയം ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ഈ ഡെഡ് ബോഡി കണ്ടെത്തിയെങ്കിലോ എത്ര തെളിവുകൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഇവർക്കൊന്നും ഇതിലൊന്നും ഒരു പ്രാധാന്യവുമില്ല. ആ അവസ്ഥാവിശേഷം മാറണം. പോലീസിന് ഇപ്പം തന്നെ നോക്കൂ, നിങ്ങൾ പോലീസ് സ്റ്റേഷനുകളിലെ അന്വേഷണത്തിൽ ഭയങ്കരമായ ഒരു മന്ദീഭാവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞ് കണ്ടെത്തി എന്തെങ്കിലും കൈപ്പിഴ വന്നാൽ ഞങ്ങൾ ജയിലിൽ പോകണം. ഇവരെ അടിക്കാനും ഇടിക്കാനും ഇടിച്ച് പിഴിഞ്ഞ് കേസ് തെളിയിക്കാനല്ലല്ലോ നമ്മൾ ശമ്പളം കൊടുത്ത് ഇരുത്തിയിരിക്കുന്നത്. അത് അവരുടെ അവകാശവുമല്ലല്ലോ. അത് അവകാശമാണെന്ന് വിചാരിക്കുന്ന കാക്കി യൂണിഫോം ഇട്ട പോലീസുകാർ അത് മാറ്റാത്തിടത്തോളം കാലം ഈ രാജ്യത്ത് സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ യാത്രയപ്പ് നൽകുകയാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ റോയ് മാത്യു, BJP മുഖ്യ ശത്രു, കോൺഗ്രസ് അത്രയ്ക്ക് വലിയ ശത്രുവല്ല, കോൺഗ്രസുമായി സഖ്യമോ ധാരണയോ ഇങ്ങനെയൊക്കെ ഇഴകീറി പരിശോധിക്കാൻ ബുദ്ധി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 5 ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇവിടെ എന്നിട്ട് ബിജു പറയുകയാണ് SI അടക്കമുള്ളവരെ 302 ഇട്ട് അകത്തിട്ടില്ലേ, അതാണ് പിണറായി സർക്കാർ എന്ന്. അങ്ങനെയെങ്കിൽ പിന്നെ ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം BJP അധികാരത്തിൽ താഴെ ഇറക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായാൽ മതി. കാരണം അന്യഥാ തന്നെ കാര്യങ്ങളെല്ലാം ഇവിടെ ഏറ്റവും ഭംഗിയോടെ നിർവഹിക്കപ്പെടുകയാണ്. ഇതാണോ നാം വിഴുങ്ങേണ്ട വാദഗതി? ഒരിക്കലും നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ടിരിക്കുന്നത്, ഇന്ന്
ഞാൻ ഈ കാര്യത്തിൽ ഈ അശ്വതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഈ സംസ്ഥാനത്ത് നിന്ന് ആ അനാഥരാക്കപ്പെട്ട നിരാശരായി ഈ സഹോദരിയെ അന്വേഷിച്ച് നടന്ന അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, അവരോടൊപ്പം നിൽക്കാൻ സന്നദ്ധത കാണിച്ച ഒരു വ്യക്തി എന്നുള്ളതിൽ അശ്വതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അതിന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ പെൺകുട്ടിയുടെ മരിച്ചുപോയ കാണാതായി പോയ ആ പെൺകുട്ടിയുടെ സഹോദരിയും അവരുടെ ഭർത്താവും ആണ് ഈ സംസ്ഥാനത്ത് വന്നുകൊണ്ട് എൻ്റെ കാണാതായ സഹോദരിയെ കണ്ടുപിടിച്ച് തന്നാൽ 2 ലക്ഷം രൂപ ഇനാമെന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്തിന് ഇതിൽ കൂടുതൽ ഇതിൽ കൂടുതൽ ഈ നാണക്കേട് വരാനുണ്ടോ? അതായത് കാണാതായ വ്യക്തിയുടെ ബന്ധു തന്നെ പറയുകയാണ് ഈ സ്ത്രീയെ കേരള പോലീസിൽ അവർക്ക് വിശ്വാസമില്ലാതായി പോയതുകൊണ്ടാണ് ആ സ്ത്രീക്ക് അത് പറയേണ്ടി വന്നത്. പിന്നെ വേറൊരു കാര്യം, ആ ഭർത്താവും ആ സഹോദരിയും കേരളം മുഴുവൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോസ്റ്റർ ഒട്ടിച്ച് നടക്കുകയായിരുന്നു. കേരള പോലീസ് എന്താണ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്, ഈ സംസ്ഥാനം എന്താ ചെയ്തു കൊടുത്തത്? നമ്മൾ നോക്കി, ഞാനും വേണുവും ബിജുവും ഒക്കെ കഴിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ വികസനത്തിന് വേണ്ടി വരുന്ന ടൂറിസത്തിൻ്റെ പണം വരുന്നത് അന്യരാജ്യങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളുടെ വരുമാനത്തിൽ നിന്ന്. ഈ ടൂറിസ്റ്റുകളോടാണ് നമ്മൾ ഈ തരത്തിൽ പെരുമാറിയത്, ഇല്ലേ? അതിഥി ദേവോ ഭവ എന്ന് നമ്മൾ പറയുകയും നമ്മൾ അവരെ കൊള്ളയടിക്കുകയും ചെയ്യുകയാണ്. അവരുടെ സുരക്ഷിതമില്ലായ്മ വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ഇന്ന് ഞാൻ പിന്നെ അയർലൻഡിലെ പത്രങ്ങളിലെ സൈറ്റുകളൊക്കെ എടുത്ത് നോക്കുകയായിരുന്നു. ഏതാണ്ട് 15-20 പത്രങ്ങൾ ഇത് വലിയ ഇഷ്യൂ ആയിട്ടാണ് ടേക്കപ്പ് ചെയ്യുന്നത്. അത് തന്നെ കേരള പോലീസ് ഇൻസിൻസിയർ ആയിട്ടാണ് പെരുമാറിയെന്നും ഇൻസെൻസിറ്റീവായിട്ടാണ് പെരുമാറിയതെന്നും പറഞ്ഞു. ഒരു പത്രത്തിന് ഡബ്ലിൻ ലൈവ് എന്ന് പറയുന്ന ന്യൂസ് പോർട്ടലിൻ്റെ ഏറ്റവും ഇന്നത്തെ ഹെഡിങ് ഇതാണ്: They took my phone from me and would not even let me to call the embassy. അതായത് ആൻഡ്രൂ ജോർഡനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഡബ്ലിൻ ലൈവ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ ഇന്നത്തെ ഹെഡിങ് ഇതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ അങ്ങനെ ലഘുവാക്കരുത്. ആൻഡ്രൂ പറഞ്ഞ ആക്ഷേപങ്ങൾ ഇതൊക്കെയാണ്. മാനസിക രോഗമാണ് എന്ന് ആരോപിച്ച് ചികിത്സയ്ക്ക് വിധേയനാക്കി, 6 ദിവസം ആശുപത്രിയിൽ കിടത്തി, അദ്ദേഹത്തിൻ്റെ അറിവോ സമ്മതമോ കൂടാതെ പലതരം ടെസ്റ്റ് നടത്തി, അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ചു വാങ്ങി, അങ്ങനെ എംബസിയുമായി ബന്ധപ്പെടാനുള്ള അവസരം നിഷേധിച്ചു, നിർബന്ധിച്ച് പ്ലെയിനിൽ കയറ്റി വിട്ടു എന്നും പറയുന്നു. അപ്പോൾ 3 ദിവസം മുൻപാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ തരത്തിലും പോലീസ്, സംസ്ഥാന സർക്കാർ, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, ടൂറിസം മന്ത്രി, ഇതൊക്കെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ ടൂറിസം മന്ത്രി മിനിറ്റ് വെച്ച് പ്രസ്താവന ഇറക്കുന്ന ഒരാളാണ്. എല്ലാ മിനിറ്റിലും പ്രസ്താവന. ഇവരെ ഒന്ന് കാണാൻ, ഇവരെ ഒന്ന് വിളിക്കാൻ ആ ഒരു മാന്യത നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ ആരും കാണിച്ചില്ലല്ലോ. ഇത്രയും 1 മാസമായിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ ഒന്നും ചെയ്തില്ലല്ലോ. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റുകളിൽ പോലും, പോലീസിൻ്റെ സൈറ്റിൽ പോലും ഈ സ്ത്രീയെ കാണാനില്ല എന്നുള്ള വാർത്തയില്ലായിരുന്നു. അപ്പം മിസ്സിംഗ് പേഴ്സൻ്റെ കാര്യത്തിലില്ലായിരുന്നു. അതാണ് അശ്വതി പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ കൈമലർത്തുകയാണ്, അവർക്ക് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല. അതായത് ഇന്ന് സാമൂഹ്യക്ഷേമ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞൊരു കാര്യമുണ്ട്. വെഞ്ഞാറമ്മൂട് നിർഭയ ഭവനിൽ നിന്ന് രാവിലെ 5 പെൺകുട്ടികളെ കാണാതായി. അവർ അവിടുന്ന് 1 കിലോമീറ്റർ തൊട്ടപ്പുറത്തുള്ള വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു. അത് കഴിഞ്ഞ് അവരുടേതായ മാർഗത്തിൽ കൂടെ അന്വേഷിച്ചപ്പോഴാണ് ആറ്റിങ്ങൽ വെച്ച് ഈ പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ ആ സമയത്ത് പോലും ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലോ തൊട്ടടുത്ത് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ എങ്ങും ഈ വിവരം ചെന്നിട്ടില്ല. അപ്പോൾ പോലീസ് ഇങ്ങനെ നിരർത്ഥകമായ രീതിയിൽ, വളരെ മോശമായ രീതിയിലാണ് പരാതി ചെല്ലുന്നവരോട് പെരുമാറുന്നത്. അതായത് ആദ്യമേ ചെല്ലുന്ന ഒരാളെ കാണാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂർ ക്രോസ് ക്വസ്റ്റ്യനിങ് ആണ്. അപേക്ഷ എഴുതിത്താ, നിങ്ങൾ എവിടെയായിരുന്നു, അതാ ആ പ്രഷ്യസ് ആയിട്ടുള്ള ആ 1 മണിക്കൂർ നേരത്തേക്ക് ഒരു കാര്യവും നടക്കത്തില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഇത്രയും കമ്മ്യൂണിക്കേഷൻ ഇത്രയും അഡ്വാൻസ് ആയ സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരാളെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരാളെക്കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് പലരിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവിടെയാണ് ഒരു കാര്യം ഉറപ്പാക്കിക്കോ, കേരള ടൂറിസത്തെക്കുറിച്ച് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളത് പ്രോഡക്റ്റ്, ആ ബ്രാൻഡ് ഓൾമോസ്റ്റ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഏറ്റവും അപകടകരമായ സ്ഥിതി. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ബിജുവിലേക്ക് വരാം. ബിജു ഒരു ഇടവേളയിലേക്ക് പോയതിനു ശേഷം, സമയക്കുറവുള്ളതുകൊണ്ടാണ്, അതിനുശേഷം ഇടപെടില്ല, ഞാൻ അങ്ങേക്ക് പൂർണ്ണമായ മറുപടിക്കുള്ള അവസരവും നൽകും. ഒരു ഇടവേളയ്ക്ക് ശേഷം ബിജുവിൻ്റെ പ്രതികരണത്തിലേക്ക്.